ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒപ്റ്റിമൈസർ വെച്ചു. ഇപ്പോൾ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്, 30 കിലോവാട്ടിൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാം. കറക്റ്റാണ്. ഞാനും ഒരുപാട് പേരോട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ ആ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ആൾക്കാർ വാങ്ങിച്ചു വയ്ക്കുന്ന ഒരു സാധനമാണ് ഒപ്റ്റിമൈസർ. പക്ഷേ ബേസിക്കലി ഇതൊരു മാർക്കറ്റിംഗ് ലോജിക്കാണല്ലോ. കൊള്ളാം എന്ന് പറഞ്ഞാൽ മേടിക്കാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഉള്ളൊരു എക്സ്പ്ലനേഷൻ ആളുകളോട് സംസാരിക്കണം എന്ന് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും. പക്ഷേ അതിൽ ഒന്നാമത്തെ കാര്യം പറയാം. അതായത് ഒന്നാമത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ പോയിന്റ് ട്രാക്കിംഗ്, മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മുടെ സോളാർ പാനൽ എന്ന് പറഞ്ഞ ഒരു സെമി കണ്ടക്ടറാണ്, അതല്ലെങ്കിൽ സോളാർ സെല്ല് എന്ന് പറഞ്ഞൊരു സെമി കണ്ടക്ടറായിട്ട് സങ്കല്പിക്കുക. ഈ സെമി കണ്ടക്ടറിനകത്ത് ലൈറ്റ് വീഴുമ്പോഴത്തേക്കാണ് ഇത് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിനകത്ത് ഇതിന് മാക്സിമം ഇതിൻ്റെ വോൾട്ടേജ് കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ടിലായിരിക്കും. ഓക്കെ. അതായത് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പാനൽ രണ്ടറ്റത്തു നിന്നും വരുന്ന ചാർജുകൾ രണ്ട് സൈഡിലേക്ക് പുഷ് ചെയ്യപ്പെടുകയാണ്. ആ പുഷ് ചെയ്യുന്ന ചാർജ് താഴത്തേക്ക് വന്ന് ഫ്ലോ ചെയ്യുന്നില്ല. ആ സമയത്തായിരിക്കും മാക്സിമം വോൾട്ടേജ് നിൽക്കുക. അത്രയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പറയും, ദാറ്റ് ഈസ് വോൾട്ടേജ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഇത് സംഭവിക്കുന്നത്. അപ്പം മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് സ്ഥലമുണ്ട്. രണ്ടാമത്തെ സംഗതി മാക്സിമം കറണ്ട് എപ്പോഴും കൂടുതലായിട്ട് ഒഴുകുന്ന എപ്പോഴായിരിക്കും കൂടുതൽ പവർ വരുന്നത്. അതായത് ഈ സർക്യൂട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴാണ്, വെറുതെ ക്ലോസ് ചെയ്യുമ്പോഴല്ലേ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ബേസിക്കലി പവർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, ദാറ്റ് ഈസ് പവർ. അതായത് ഒരു സോളാർ പാനലിൻ്റെ പവർ ഡിറ്റർമിൻ ഈ രണ്ട് ഘടകങ്ങൾ ചേർന്നിട്ട്. അപ്പോൾ ഒരു സെമി കണ്ടക്ടർ പോലെ വേറൊന്നും ഇരിക്കത്തില്ലല്ലോ, വ്യത്യാസങ്ങൾ കാണും, പെർഫോമൻസിൽ വ്യത്യാസങ്ങൾ കാണും. ഈ സെല്ല് സാധാരണഗതിയിൽ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്ന ഒരു സാധനമാണ് സോളാർ സെല്ല് എന്ന് പറയുന്നത്. അതായത് ഒരു ലിക്വിഫൈ ലിക്വിഡ് സിലിക്കണിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻഗോട്ട് ജനറേറ്റ് ചെയ്ത്, അതായത് സിലിക്കൺ ക്രിസ്റ്റൽ മുക്കി വെച്ച് അതിനകത്തൊരു ഇൻഗോട്ട് ജനറേറ്റ് ചെയ്ത് അതിനെ സ്ലൈസ് ചെയ്താണ് ഓരോ പാനലും ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പാനൽ എന്ന് പറയുന്നതിന് ഒരു നിശ്ചിത വോൾട്ടേജിലും നിശ്ചിത കറണ്ടിലും ആയിരിക്കും മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ മാക്സിമം പവർ പോയിന്റ് ട്രാക്ക് ചെയ്തെടുക്കണം. ഓക്കെ. ഈ മാക്സിമം പവർ പോയിന്റ് ഡ്രോ ചെയ്ത്, അതായത് നമ്മൾ വോൾട്ടേജ് അതിൻ്റെ ഐഡിയൽ വോൾട്ടേജിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് അതിനകത്ത് നിന്ന് വരും, മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഓരോ പാനലിനും വ്യത്യസ്തമാണ്, ഓരോ സെല്ലിനും വ്യത്യസ്തമാണ്, ഓരോ പാനലിനും വെവ്വേറെയാണ്. അപ്പം നാച്ചുറലി എന്ത് പറ്റും, ഈ ഓരോ പാനലിനകത്തുനിന്നും കറണ്ട് ഡ്രോ ചെയ്യുന്നത് വ്യത്യസ്ത വോൾട്ടേജുകളിലായിരിക്കണം. ഓക്കെ. ഈ ഒപ്റ്റിമൈസർ നമ്മൾ ഓരോ പാനലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പാനലിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വോൾട്ടേജ് ഉണ്ട്, അതിന് മാക്സിമം പവർ ഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൂ. ഈ ഒപ്റ്റിമൈസർ ആ പവർ ആ പാനലിൽ നിന്ന് മാത്രം ഡ്രോ ചെയ്യും. സോ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാനലിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം പവർ ഈ ഒപ്റ്റിമൈസർ ഡ്രോ ചെയ്ത് ആ DC കറണ്ടിനെ താഴത്തെ ഇൻവെർട്ടറിലേക്ക് കൊടുക്കും. സോ ഇൻവെർട്ടർ ഇരുന്ന് ആ DC കറണ്ടിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തരും. അപ്പോൾ ഇതാണ് സംഗതി. ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ KCB-ലോട്ട് പോകും. ഇതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ, ഓരോ പാനലിനും ഓരോ ഒപ്റ്റിമൈസർ എന്ന് പറയുമ്പോൾ ഓരോ പാനലിൻ്റെയും മാക്സിമം പവർ പോയിന്റ് സെപ്പറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം മറ്റ് കോണ്ടെക്സ്റ്റുകൾ, ഇപ്പോൾ ഒരെണ്ണത്തിൽ നിഴൽ വീണു, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിഴൽ വീണ് കഴിഞ്ഞാൽ ഒരു പാനലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഈ പ്രൊഡക്ഷൻ കുറയുന്നത് വെച്ചിട്ട് താഴത്തിരിക്കുന്ന ഇൻവെർട്ടർ കൺഫ്യൂസ്ഡ് ആവും, ഏതിൻ്റെ പ്രൊഡക്ഷൻ എടുക്കണം. അപ്പോൾ ആവറേജ് പ്രൊഡക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ഏറ്റവും ബിലോ ആയിട്ടുള്ള പ്രൊഡക്ഷനെ എല്ലാ പാനലിൽ നിന്നും ഡ്രോ ചെയ്യത്തുള്ളൂ. കാര്യം ഇൻവെർട്ടർ താഴെ ഇരിക്കുന്നതിന് ഒരു മാക്സിമം പവർ പോയിന്റേ ഉള്ളൂ. ഇവിടെ അങ്ങനല്ല, 8 പാനലുണ്ടെങ്കിൽ 8 മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ അല്ലെ MPPTs ആണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. താങ്ക് യു.